മൂവാറ്റുപുഴ സ്വദേശി പ്രതിയായ ഡാർക്കിന്റെ ലഹരി വിൽപ്പന കേസിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് 24 കിട്ടുന്നുണ്ട്. 24 എക്സ്ക്ലൂസീവ് ആണത്. ലഹരി മരുന്ന് വാങ്ങിയവർക്ക് പ്രതി എഡിസൺ തുടക്കത്തിലെ ഡിസ്കൗണ്ട് നൽകി. എഡിസൺ കൊടിയ അപകടകാരിയാണ് എന്നാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ വ്യക്തമാക്കുന്നത്. എഡിസന്റെ വീട്ടിൽ പോയപ്പോഴേക്കും എഡിസന്റെ വീട് പൂട്ടിയ നിലയിലുമാണ്. ആ ദൃശ്യങ്ങൾ 24 കിട്ടി. ആ ദൃശ്യങ്ങൾ എസ് ശ്യാംകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. ശ്യാം, നമ്മൾ SKN40 ലഹരി വിരുദ്ധ യാത്രയിൽ സഞ്ചരിക്കുമ്പോൾ പലയിടത്തു നിന്നും ഈ ലഹരിയുടെ പുതിയ വഴികൾ, ഡാർക്ക് നെറ്റും ഓൺലൈനും അല്ലാതെയുള്ള പോലീസിന്റെ കണ്ണ് വളരെ ഫലപ്രദമായി വെട്ടിക്കാനുള്ള പുതിയ വഴികളെക്കുറിച്ച് ഒക്കെ പല ആളുകൾ സൂചന നൽകിയിരുന്നു. അതൊക്കെ നമ്മൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശ്യാം, ഇതിലിപ്പോൾ എഡിസൺ ഇപ്പോൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ പോലീസിനുണ്ടോ? അയാൾ കേരളത്തിലുണ്ടോ? പക്ഷേ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. NCB അയാളെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരുപക്ഷെ NCB വീണ്ടും എഡിസനെ കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ അയാളെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. കാരണം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ പ്രധാന ലഹരി വിൽപ്പന നടന്നിരുന്നത് എന്നുള്ള ഒരു വിവരം NCB സ്ഥിരീകരിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നാണ് ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് 600-ലധികം ഡ്രഗ് പാഴ്സലുകൾ ഇയാൾ അയച്ചിരുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഭോപ്പാലിലും ഹിമാചൽ പ്രദേശിലും അടക്കം ഇവരുടെ ഒരു ശൃംഖല വലിയ രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതിനിടയിലാണ് ഇയാളെ കഴിഞ്ഞ ദിവസം കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് NCB സംഘം മൂവാറ്റുപുഴയിലെ വീട്ടിൽ നിന്ന് ഇയാളെ പിടികൂടുന്നത്. ഇതിന് പിന്നാലെ ഈ വീട് പൂട്ടി വീട്ടിലുണ്ടായിരുന്നവരും മാറിയിട്ടുണ്ട്. കാരണം ഈ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ എഡിസന്റെ കുടുംബത്തിന് ഈ വിവരം അറിയാമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നോ എന്നതടക്കം അന്വേഷണ പരിധിയിൽ വരും. അത് മുൻകൂട്ടി കണ്ടാണോ ഈ വീട് പൂട്ടിയിട്ട് ആളുകൾ ഇവിടെ നിന്ന് മാറിയത് എന്ന സംശയമുണ്ട്. ഇന്നലെ പോലീസ് ഇവിടെ എത്തിയിരുന്നു. അപ്പോഴും വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു എന്ന പോലീസുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇയാളുടെ വീട്ടിൽ സ്ഥിരമായി വന്നിരുന്ന 5 പേരെയാണ് ഇന്നലെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തത്. ആവശ്യമെങ്കിൽ വീണ്ടും വിളിക്കുമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ എഡിസന്റെ ഒരു പ്രധാന ഇടനിലക്കാരൻ അത് ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരാളാണ്. അയാൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ NCBയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കാരണം ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ലഹരി ഇടപാടുകളിൽ ഈ എഡിസനെ സഹായിച്ചിരുന്നതും പണമിടപാടുകൾ നിയന്ത്രിച്ചിരുന്നതും ഇയാളാണ് എന്നുള്ള വിവരവും NCBക്ക് ലഭിച്ചിട്ടുണ്ട്. 70 ലക്ഷം രൂപയാണ് ക്രിപ്റ്റോ കറൻസിയായി ഈ ലഹരി വിൽപ്പനയിലൂടെ കിട്ടിയ പണം ഈ എഡിസൺ സൂക്ഷിച്ചിരുന്നത്. അതും NCB കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് പുറമെയാണ് 35 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കൾ ഇയാളുടെ കൈവശം നിന്ന് പിടികൂടിയത്. ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മാസം 10,000 LSD സ്റ്റാമ്പുകളാണ് ഈ പ്രതി വിറ്റിരുന്നത് എന്നുള്ളത്. അത് 2,700 മുതൽ 3,500 രൂപ വരെ വില ഈടാക്കിയാണ് വിറ്റിരുന്നത്. അതിലായിരുന്നു എഡിസന്റെ പുതിയ കച്ചവട തന്ത്രം. ട്രാക്കിലൂടെ കണ്ടെത്തുന്ന പുതിയ ലഹരി ഇരകൾക്ക് ഡിസ്കൗണ്ട്, അത് ഒരു തവണ വരുമ്പോൾ ലഹരി വസ്തുക്കൾക്ക് വില കുറച്ച് നൽകുന്ന ഒരു രീതി. അങ്ങനെയാണ് കൂടുതൽ ഇടപാടുകാരെ ഇയാൾ കണ്ടെത്തിയിരുന്നത്. അത്ര അപകടകാരിയായിരുന്നു എഡിസൺ എന്നുള്ള വിവരമാണ് NCB പങ്കുവെക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഇയാളോളം പോകുന്ന ഒരു ലഹരി വിൽപ്പനക്കാരൻ ഓൺലൈനുകളിൽ ഇല്ല. അത് ഡാർക്ക് വെബ് ഉപയോഗിച്ച് ചെയ്യുന്നില്ല. മറ്റൊരാളുണ്ടായിരുന്നു, അമേരിക്കയിലായിരുന്നു. അത് അയാൾക്ക് ആ ഡാർക്ക് വെബിലെ റേറ്റിംഗ് 5 സ്റ്റാർ. ഓക്കെ, ലെവൽ 4 എന്നൊക്കെയാണ് ഈ ഡാർക്ക് വെബിലെ ലഹരി ശൃംഖലയായിരുന്ന കെറ്റാമലോൺ പ്രവർത്തിച്ചിരുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ എഡിസൺ എന്ന് പറയുന്ന ആൾ ഒരു കൊടിയ അപകടകാരിയാണ് എന്ന് പറയുന്നത്. മാത്രമല്ല, അയാളുടെ വേരുകൾ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം നിൽക്കുന്ന വേരുകളല്ല. ഇപ്പോൾ എഡിസൺ സഹായിക്കുന്ന അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് എവിടെയൊക്കെയാണ് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ഏതൊക്കെ ഭാഗങ്ങളിൽ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നെറ്റ്വർക്ക്, എവിടെയൊക്കെയാണ് ഇയാളുടെ ലഹരി വാങ്ങുന്ന ആളുകൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങൾ അന്വേഷണത്തിൽ വ്യക്തമാകും എന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല, ലഹരിയുടെ പുതിയ വഴികളിൽ തേടിപ്പോകുന്ന നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയ്ക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ആ ഡാർക്ക് നെറ്റ് പൊളിക്കാൻ കഴിയുന്ന സംഭവം.